ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി. ഓക്കെ, ആ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2, 3, 4 മാർക്കിനൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ് നോളജ് എന്താണ്, സോഷ്യോളജിക്കൽ നോളജ് എന്താണ്, ഈ ഒരു കാര്യങ്ങളുടെ ഈ രണ്ട് കോൺസെപ്റ്റുകളുടെ കമ്പാരിസൺ ആയിട്ട് ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് സിംഗിളായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ നേരെ. ഓക്കെ, കോമൺ സെൻസ് നോളജ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ സെൻസ് ഇത് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. എന്താണ്? നമുക്ക് പൊതുവായിട്ട് അറിയാമെന്നുള്ള കാര്യങ്ങൾ അല്ലേ, നമുക്കുള്ള ആ ഒരു ബോധം, അത് തന്നെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഈ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതിദത്തമായിട്ട് വരുന്ന കാര്യമാണ്. എന്നാൽ നേരെ മറിച്ച് സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുമ്പോൾ സോഷ്യോളജിക്കലി വരുന്ന നമ്മൾ പഠിക്കുന്ന ഓരോ കോൺസെപ്റ്റുകളായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വസ്തുതകൾ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലോ അതൊന്നും പ്രകൃതിദത്തമായിട്ടുള്ളതല്ല, സോഷ്യോളജിക്കലി പ്രൂവ് ചെയ്ത് വന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ. ഇനി കോമൺ സെൻസ് നോളജ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ ഒന്നും തെളിയിക്കപ്പെട്ട് വന്ന കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നമ്മൾ കോമൺ സെൻസ് നോളജ് വെച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള എക്സ്പ്ലനേഷനൊന്നും നമുക്ക് ഒരു കോമൺ സെൻസിലുള്ള കാര്യത്തിന് നമുക്കൊരു വ്യാഖ്യാനം കൊടുക്കാനൊന്നും പറ്റണമെന്നില്ല. എന്നാൽ നേരെ മറിച്ച് സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുമ്പോൾ അത് സയൻറ്റിഫിക് മെത്തേഡിലൂടെ തെളിയിക്കപ്പെട്ട് വന്ന വസ്തുതകളായിരിക്കാം. മനസ്സിലായി? അപ്പോൾ അവിടെ സയൻറ്റിഫിക് മെത്തേഡ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി കോമൺ സെൻസ് നോളജ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു റിഫ്ലക്റ്റീവ് തിങ്കിങ്ങിനെ ബേസ് ചെയ്ത് വന്നൊന്നുമില്ല. അവൻ നമ്മൾ കോമൺ സെൻസ് വെച്ച് പറയുന്ന കാര്യങ്ങൾ, കോമൺ സെൻസ് വെച്ച് നമ്മൾ പറയുന്ന ഓരോ വസ്തുതകൾ, ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിച്ച് എന്താ പറയുക, അങ്ങനെ അത്രയും തിങ്ക് ചെയ്തിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളാണോ? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല അല്ലേ. എന്നാൽ സോഷ്യോളജിക്കൽ നോളജ് വെച്ച് പറയുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത്തരത്തിൽ റിഫ്ലക്റ്റീവ് തിങ്കിങ്ങോടുകൂടി വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ. ഇനി കോമൺ സെൻസ് നോളജ് എന്ന് പറയുമ്പോൾ ബയസ്ഡ് ആണ്. ബയസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റ് പല ഇൻഫ്ലുവൻസും അതിനകത്തുണ്ട് എന്നുള്ളതാണ്. മറ്റ് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ അതിനകത്തുണ്ട്. മനസ്സിലായോ? കോമൺ സെൻസ് നോളജിനകത്ത്. എന്നാൽ സോഷ്യോളജിക്കൽ നോളജിലോട്ട് പോകുമ്പോൾ അവിടെ അങ്ങനെ അൺബയസ്ഡ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടെ എന്തല്ല, അത് ബയസ്ഡ് ഒന്നുമല്ല. കാരണം എന്താണ്, അവിടെ സോഷ്യോളജി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യോളജിയുടെ തരത്തിലുള്ള കാര്യമായിരിക്കും അല്ലേ. അവിടെ പ്രത്യേകിച്ച് വേറെ സ്വാധീനങ്ങളോ ഇൻഫ്ലുവൻസോ ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തു, എക്സ്പ്ലനേഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഗൈഡിലൊക്കെ കാണുമല്ലോ. അപ്പോൾ അന്നേരം നിങ്ങൾ കൃത്യമായിട്ട് ആ ടോപ്പിക്ക് മൊത്തത്തിലൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഈ പറയുന്ന പോയിൻറ്റ്സിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെയുള്ള വേർഷൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ പോയിൻറ്റ്സ് എടുത്ത് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ വേറെ ഒരു പോയിന്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമൺ സെൻസ് നോളജ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ആസ്പദമാക്കി വരുന്ന കാര്യമാണ് അല്ലേ. ഇൻഡിവിജ്വലിസ്റ്റിക് തിങ്കിങ് ആണ് അവിടെ വരുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു വ്യക്തി ചിന്തിക്കുന്നതും പറയുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. എന്നാൽ സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇൻഡിവിജ്വലി പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല സോഷ്യോളജിക്കൽ നോളജിൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ മോഡൽ നമ്മുടെ +2 പോകുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പം ഇപ്പോഴേ പഠിക്കുമ്പോൾ അത് സെറ്റായിട്ട് പഠിച്ചു പോകണേ. ഓക്കെ അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.